എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ താമസിക്കുന്നത് ഉഗാണ്ടയിൽ റൈസ് കമ്പനി, ഞങ്ങൾ ജോലി ചെയ്യുന്നത് റൈസ് കമ്പനിയിലാണ്. അപ്പം റൈസ് കമ്പനിയുടെ ഫാമും അതിനോട് അനുബന്ധിച്ചുള്ള പ്രദേശങ്ങളും ഒക്കെ കൂടെ കുറച്ച് ഞാനൊന്ന് കാണിക്കാം. ഒരുപാടൊന്നും പറ്റില്ല, കാരണം ഒരുപാട് ദൂരം വരെ ഉണ്ടിത്. അപ്പം ആ ഫാമിനോട് ചേർന്ന് തന്നെ ഡാമുണ്ട്. ഡാമും ഒക്കെ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇന്ന് ഒരു ലൈവ് പോലും ചെയ്യാൻ പറ്റില്ല, കാരണം അത്രത്തോളം ദൂരത്തിലാണ്. അതുകൊണ്ട് നമുക്ക് മണിക്കൂറുകൾ വേണം. അപ്പോൾ എനിക്ക് പറ്റുന്നത്ര ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കസ്റ്റേർഡ് ക്രെയിനാണ്, ഇവിടുത്തെ നാഷണൽ ബേർഡാണ്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ ഇവർ ഈ ഫീൽഡിലുണ്ടാകും. ഇത് ഒരുപാട് ദൂരെ നിന്നെടുത്ത വീഡിയോയാണ്. കാരണം ഇവരുടെ അടുത്തേക്ക് ഒരു ചെറിയ സൗണ്ട് മാറ്റം ഉണ്ടെങ്കിൽ ഇവർ കൂട്ടത്തോടെ പറന്നു പോകും. അപ്പോൾ ഇവരിപ്പോൾ ഇങ്ങനെ വലിയ സൗണ്ടൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തായതുകൊണ്ട് ഇവരിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ഒരല്പം സൗണ്ട് നമ്മൾ വണ്ടിയുടെയോ അങ്ങാണോ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവർ ഒരുപാട് ദൂരത്തേക്ക് പറന്നു പോകും. അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്നാണെങ്കിലും എടുത്തതാണ്. വളരെ ഭംഗിയുള്ള ഒരു പക്ഷിയാണിത്. ഇതിന് വെയിറ്റ് ആണെങ്കിലും വളരെ കൂടുതലാണ്. ഇവർ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പറന്നു പോകുമ്പോഴത്തേക്കും വല്ലാത്തൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഇവർ പോകുന്നത്. ഇവർ നന്നായിട്ട് ആസ്വദിക്കുക. ആരുടെയും ശല്യമില്ലാത്ത സ്ഥലത്ത് വൈകുന്നേരങ്ങളിൽ ഇവരെ മിക്കവാറും ഇങ്ങനെ കാണാം. പോകുന്നതും ഇങ്ങനെ വലിയ ഒരു ലൈനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് കസ്റ്റേർഡ് ക്രെയിൻ. ഇതിൻ്റെ ഒരു വലിയ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് കൃഷിക്ക് വേണ്ടി പാകമാക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഉഗാണ്ട കെനിയ നാഷണൽ ഹൈവേ ആണ്. അതിന് രണ്ട് സൈഡിലായിട്ടാണ് കമ്പനിയുടെ ഫാം. അതിൽ ഡാം ഇരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പം ആ റൈറ്റ് സൈഡിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഇത് ഒരു തരം കൊക്കാണ്. ഇത് ഈ പാടമൊക്കെ ക്ലീൻ ആക്കിയിട്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ തേടി വരുന്നതാണ്. ഇവർ രാത്രിയിലൊക്കെ ആണെങ്കിലും അധികം ഇങ്ങനെ പറന്നു പോവുകയില്ല, കുറേയൊക്കെ ഇങ്ങനെ കൂടി അവിടെ ഇവിടേക്ക് ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇവരും പറന്നു പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവർ പിന്നെ നമ്മുടെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് ദൂരത്തോട്ടൊന്നും പോകില്ല. കുറച്ച് ദൂരെ പറന്നു പോയിട്ട് വീണ്ടും അവർ തിരിച്ചു വന്നിരിക്കും. ഇവരൊരു ഫീൽഡ് മുഴുക്കിയിരിക്കുന്ന ഒരു വീഡിയോ ഇവർക്ക് ഞാൻ ഇട്ടിരുന്നു. പക്ഷേ ഒരുപാട് നടുക്കോട്ടായതുകൊണ്ട് ഇവരെയൊന്നും അത്ര ക്ലിയർ ആയിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൃഷി ഇവിടെ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞിട്ട് കൃഷിക്ക് വേണ്ടി പാകമാക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ പോകുന്നത് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇത് നെല്ല് കൃഷി ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ, ഒരുപാട് നാളായിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് കൊയ്തെടുക്കുന്ന സമയത്ത് മറ്റു ഭാഗത്ത് കൃഷി ചെയ്യും. കൊയ്ത്ത് കഴിഞ്ഞ് കൃഷി ചെയ്യും. മറ്റൊരു ഭാഗത്ത് നെല്ലപ്പം വിളവായി വരും, കുറച്ച് പഴുത്ത് വരും. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട്. അതുകൊണ്ട് ദിവസവും ഇവിടെ ഹാർവെസ്റ്റ് ഉണ്ടാകും. ദിവസവും നെല്ല് കൊയ്തുകൊണ്ടിരിക്കും, ദിവസവും കൃഷി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വളരെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അതിവിടെ മാത്രമല്ല, ഉഗാണ്ട ഫുള്ളും ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. ഈ കെനിയ ഉഗാണ്ട ഹൈവേയിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ, ഇന്ത്യൻസ് ആണെങ്കിലും ഫോറിനേഴ്സ് ആണെങ്കിലും ഒക്കെ ഇറങ്ങി നിന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാറുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഇതുപോലെയാണെങ്കിലും നെൽകൃഷിയുള്ള സ്ഥലങ്ങൾ, രണ്ട് സൈഡിലും നെൽകൃഷിയാണ് ഈ ഹൈവേയുടെ. അപ്പം ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി നിന്ന് ആസ്വദിക്കാറുണ്ട്, നമ്മുടെ നാട്ടിലുള്ളവരാണേലും ഒക്കെ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഉഗാണ്ടയുടെ പ്രസിഡൻറ്റ് പോലും ഒരു ദിവസം അതിരാവിലെ വന്നിട്ട് ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അരമണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പം അത്ര പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമ്മളെപ്പോഴും കാണുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ആ ഭംഗിയില്ല. എന്നാൽ പോലും നമ്മുടെ നാട്ടിലിങ്ങനെ കൃഷിയൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് ഇത് കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. നല്ല കാറ്റും. സ്വതവേ ഉഗാണ്ടയിൽ നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. വെയിൽ വരുമ്പം നല്ല ചൂടുണ്ടാകും, എങ്കിലും വൈകുന്നേരങ്ങളാകുമ്പോഴത്തേക്കും ഇവിടെ നല്ല തണുപ്പാണ്. ഇത് നെല്ല് കുറച്ചുകൂടെ വിളവായിട്ടുണ്ട്, എന്നാൽ ഒരുപാട് വിളവായിട്ടില്ല. ആദ്യം കണ്ടത് വെച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ, നട്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇതിപ്പം നെല്ലായി തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ. ഏത് സമയം വന്നാലും നല്ല കാറ്റാണ്. കാരണം വയലല്ലേ, നല്ല പ്രകൃതി ഭംഗിയാണ്. കാണാനെ കൊണ്ട് ഒരുപാട് നമുക്ക് മനസ്സിന് ഒരുപാട് കുളിർമയേകുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഈ ഒന്നാമത് നെൽകൃഷി ആയതുകൊണ്ട് മറ്റെന്ത് കൃഷിയേക്കാളും ഒരുപാട് ഭംഗി തോന്നുന്ന ഒന്നല്ലേ നെൽകൃഷി. ഇത് കുറച്ചുകൂടെ വിളവായിട്ടുണ്ട്, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് വലിയ താമസമില്ലാതെ ഹാർവെസ്റ്റ് ചെയ്യും.
ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്, അതുകൊണ്ടാണ് കളറ് അങ്ങനെ 2-3 കളറായിട്ട് തോന്നുന്നത്. ഇത് നന്നായിട്ട് പഴുത്ത് കിടക്കുന്ന ഒരു ഇതാണ്. ഇതിങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ ആദ്യം മുതലേ നമ്മൾ ഓരോരോ സ്ഥലമായിട്ടാണ് കണ്ടുപോകുന്നത്. ഇത് ഞാൻ ഡാമിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ കമ്പനിയുടെ തന്നെ ഡാമുണ്ട്. അപ്പം ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ച് വന്നത് ആദ്യം മുതലേ ഉള്ളത്. ഡാം ഒരുപാട് ദൂരത്താണ്. നമ്മൾ താമസിക്കുന്നിടത്തു നിന്നും 4-5 കിലോമീറ്റർ അകലത്തിലാണ് ഡാമുള്ളത്. അത്രയും സ്ഥലം വരെ ഈ കൃഷി ഇങ്ങനെ നെൽകൃഷിയാണ്, ഫുള്ളും നെൽകൃഷിയാണ്. അപ്പോൾ ഇങ്ങനെ കൃഷി ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ കൃഷിക്കെല്ലാം ആവശ്യമുള്ള വെള്ളം വരുന്നത് ആ ഡാമിൽ നിന്നാണ്. അതുകൊണ്ട് ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒഴുകുന്നത്. അപ്പം ഡാമിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ കൃഷിക്ക് പാകമാക്കിയിട്ടിരിക്കുന്നതാണ്. ഡാമിൻ്റെ സൈഡാണിത്. അപ്പോൾ ഇത് ഫുള്ളൊന്നും കാണിച്ചില്ല, ഒരു സൈഡ് മാത്രമാണ്, ഞാൻ കുറച്ച് മാത്രമാണ് കാണിച്ചു പോരുന്നത്. അപ്പോൾ ഇത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇവിടുത്തെ ചെറിയ കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ ഇരുന്ന് മീൻ പിടിക്കുകയാണ്. ഇവിടെ ഡാമിൽ നിറച്ച് മീനുണ്ട്. ഇതൊക്കെ കൃഷി ചെയ്തിട്ടിരിക്കുന്നതാണ്. ചെറുതായിട്ട് കിളിച്ച് വരുന്നതേ ഉള്ളൂ നെല്ലൊക്കെ. ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്നതാണ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററെങ്കിലും ദൂരം ഉണ്ടാകും നമ്മൾ താമസിക്കുന്ന ആ ഹൈവേയുടെ സൈഡിൽ നിന്ന് ഡാമിൻ്റെ സൈഡിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടുന്ന് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. മൊത്തമൊന്നും എടുത്ത് പോരാൻ പറ്റില്ല, ഈ സമയമൊന്നും പോരാ നമുക്ക്. അതിൻ്റെ ഇടയിൽ കണ്ട ഒരു കാഴ്ചയാണ്, ഇവിടെ ഇഷ്ടംപോലെ പശുക്കളുണ്ട്. ഇവിടെ കൂടുതലും കവർ പാൽ അധികം ഉപയോഗിക്കാറില്ല. ഇവിടെ ഫ്രഷ് മിൽക്ക് കിട്ടും. അപ്പം പശുക്കൾ മെയ്യാണ്. നല്ല പച്ച പുല്ല് തിന്ന് നടക്കുന്ന പശുക്കളാണിത്. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ പശുക്കൾ ഉള്ള വീടുകളിൽ നിന്ന് രാവിലെ പാൽ കൊണ്ടു തന്ന് ആ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു നല്ല കാഴ്ചയായി തോന്നി. ഇതൊക്കെ ഡാമിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഇവർ വെള്ളവും കുടിച്ച് വയറ് നിറച്ച് പുല്ലൊക്കെ തിന്നാണ് വൈകുന്നേരം വീടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് ഡാം. വളരെ വലിയൊരു ഡാമാണ്. കൃഷിക്ക് ഉള്ള ഫുള്ള് വെള്ളം ഇതിനകത്തു നിന്നാണ് കിട്ടുന്നത്. പിന്നെ ഡെയിലി ഇവിടെ മഴയുണ്ടാകും. ഇവിടെ മഴ കൂടുതൽ സമയം, ഒരു വർഷത്തിൽ 2 മാസം മാത്രമേ ഉള്ളൂ അധികം മഴയില്ലാത്തത്. എന്നാലും ചിലപ്പം ഒരു 5-6 ദിവസമൊക്കെ മഴയില്ലാതിരിക്കും, അത്രയേ ഉള്ളൂ. ഉടനെ തന്നെ മഴയുണ്ടാകും. അതുപോലെയാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. ഇതിൽ നിറച്ച് മീനുണ്ട്. കമ്പനിയിലെ ആവശ്യത്തിനൊക്കെ എപ്പോഴാണെങ്കിലും മീൻ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് മീൻ പിടിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസമാണ് ഫിഷിംഗ് ഉള്ളത്. ഉഗാണ്ടയിൽ കടൽ മീൻ കിട്ടത്തില്ല, കടലില്ല. അതുകൊണ്ട് കടൽ മീൻ കിട്ടത്തില്ല. മൊംബാസയിലൊക്കെ പോകണം. പക്ഷേ ഇവിടെ മൊത്തം വിക്ടോറിയ ലേക്കും നൈൽ നദി ആയതുകൊണ്ട് അതിനകത്തുള്ള മീനുകളാണ് കൂടുതലും ഉഗാണ്ടയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഡാമിലെ മീൻ മാത്രമാണ് ഞങ്ങളുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്നത്. തിലോപ്പിയാണ് കൂടുതലും. തിലോപ്പിയ വളർന്ന് വലിയ മീനാണ് കൂടുതലും. അത് നമ്മുടെ നാട്ടിലെ വലിയ മീനുകൾ പോലെ തന്നെ ഇരിക്കും. അതിൻ്റെ പീസൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വലിയ മീനുകളാണ്. അപ്പം ഡാമിൽ വൈകുന്നേരം നമ്മൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കടൽ തീരത്ത് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയ. നല്ല കാറ്റും ഒക്കെ ആയിട്ട്, വെള്ളമല്ലേ ഫുള്ള്. അപ്പം നല്ല ഒരു ക്ലൈമറ്റാണ്. മിക്കവാറും സൺഡേകളിൽ പുറത്ത് പോയിട്ടില്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെയാണ് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ വരുന്നത്. ഇത് ഈ പക്ഷികൾ മീനെ കൊത്തിയെടുത്തുകൊണ്ട് പോകാനായിട്ടാണ് ഇങ്ങനെ കൂട്ടത്തോടെ വന്ന് കുറേ മീനുകളുമായിട്ട് പോകുന്നത് കാണാം. അപ്പോൾ അതൊന്നും എൻ്റെ ക്യാമറയിലൊന്നും പറ്റുന്നില്ല കാണിക്കാൻ വേണ്ടിയിട്ട്. അവരതും കൊണ്ട് പറന്നങ്ങ് പോകും. സൺസെറ്റ് ആകാറായിട്ടുണ്ട്. ഇവിടെ ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ നല്ല പച്ചിപ്പാണ്, നിറച്ച് എന്തൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, കാണാനെ കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണത്. സൺസെറ്റ് ആകാറായിട്ടുണ്ട്. ഇവിടെ നെൽകൃഷി ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ പച്ചിപ്പം തോന്നുന്നത്. അങ്ങനെയല്ല, ഉഗാണ്ടയിൽ ഫുള്ളും പച്ചിപ്പാണ്. കൂടുതൽ സ്ഥലങ്ങളും പച്ചിപ്പുള്ളതാണ്. നെൽകൃഷി ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, എല്ലാത്തരം കൃഷികളും ഉണ്ട് ഇവിടെ. അപ്പം നെൽകൃഷി ആയതുകൊണ്ട് പിന്നെ സീസൺ അനുസരിച്ചൊന്നുമല്ല, എപ്പോഴും ഇവിടെ കൃഷിയുണ്ട്, എപ്പോഴും ഇവിടെ ഹാർവെസ്റ്റ് ഉണ്ട്. എപ്പോഴും കൊയ്തുകൊണ്ടിരിക്കും, എപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സംഗതിയാണ് ഇവിടെ.
സൺസെറ്റ് ആകുമ്പോഴത്തേക്കും നല്ല ഭംഗി. ഇവിടെ നിന്ന് പല പ്രാവശ്യം ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പം ലൈവ് കട്ടാക്കാനേ ആൾക്കാർ സമ്മതിക്കില്ലായിരുന്നു. സൺസെറ്റ് ആകട്ടെ, അത് കഴിഞ്ഞ് കട്ടാക്കാമെന്നും പറഞ്ഞിട്ട് കുറേ സമയം നിർത്തുമായിരുന്നു. അപ്പം പിന്നെ സൺസെറ്റായി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങോട്ട് ഇരുട്ട് പടരുമല്ലോ. ആ ഒരു സമയം വരെ ഞാനിവിടെ ഇന്ന് ലൈവ് ചെയ്തിട്ടുണ്ട്. എത്ര സമയം നിന്നാലും സമയം പോകുന്നത് അറിയില്ല. അതുപോലെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഡാമും ഡാമിൻ്റെ സൈഡും ഒക്കെ. ആ സൺസെറ്റിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ സൈഡുകളിലൊക്കെ നമുക്ക് കാണുന്നത്. സൺസെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങളും തിരിച്ചു പോവുകയാണ്. കുറച്ച് ദൂരം പോകണമല്ലോ, അപ്പം ഞങ്ങളും തിരിച്ചു പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു കാര്യം കൂടി കാണിക്കാം ഞാൻ. സൺസെറ്റായി, ഇനി കുറച്ച് ഇരുട്ടാകും. ഇപ്പോൾ ഈ പോകുന്ന വഴിക്ക് കാണുന്നതാണിത് ഓൺ ഹില്ല്, ചിതൽപുറ്റ്. നമ്മൾ കേട്ടിട്ടില്ലേ, വാൽമീകി ഒക്കെ ഇരുന്നിട്ടുള്ള ചിതൽപുറ്റ് എന്ന് പറയുന്നത്. ഈ ചിതൽപുറ്റ് ഇവിടെ ഒരുപാട് കാണാനുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ ഇതുകൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.